നമസ്കാരം. പണ്ടുകാലത്ത് ചലച്ചിത്ര മാസികകളിലും വാരികകളിലുമൊക്കെ സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂകൾ, വിലയിരുത്തലുകൾ വായിക്കാൻ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ റിവ്യൂ നടത്തി സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതി പതിവുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് മുൻപ് സിനിമയെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് വിലയിരുത്തുന്ന യൂട്യൂബർമാരുടെ കാലം കൂടിയാണ് ഇത്. മാത്രമല്ല, നെഗറ്റീവ് റിവ്യൂ അഥവാ റിവ്യൂ ബോംബിംഗ്. ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം, അതിൻ്റെ വരും വരായികകൾ, ഏത് രീതിയിൽ ആ സിനിമ മുമ്പോട്ട് പോകും എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം വ്യക്തിപരമായും ഒക്കെ തന്നെ നമുക്ക് പറയാം. അതിനുള്ള അവകാശം നമുക്കുണ്ട്. നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് കാണുന്നവർ തന്നെയാണ്. പക്ഷേ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി, ഒരു സിനിമയെ കാണികൾക്കിടയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന പരിപാടിയാണ് ഈ റിവ്യൂ ബോംബിംഗ് എന്ന ഒരു പുതിയ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ റിവ്യൂ ബോംബിംഗ് നടത്തുന്ന യൂട്യൂബർമാരുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നുപോകുന്നത്. ഒരു വേള ഇവരുടെ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ബോംബിംഗ് നന്നായിട്ടോ മോശമായിട്ടോ സിനിമയെ ബാധിച്ചേക്കാം. കൂടുതലും മോശമായി ബാധിക്കാനാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഈ റിവ്യൂ ബോംബിംഗ് നടത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ചില സമൂഹ മാധ്യമ യൂട്യൂബർമാരും നിലവിലുണ്ട് എന്നാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ പറയുന്നത്. സിനിമകൾക്കെതിരെ റിവ്യൂ ബോംബിംഗ് നടത്തുന്ന യൂട്യൂബർമാരുടെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിനിമ നിർമ്മാതാക്കൾ. തീർച്ചയായിട്ടും ഇത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നത്, അനധികൃതമായി പണം നേടുന്നത് ഒരു സാമ്പത്തിക തട്ടിപ്പാണ്. ഇത്തരത്തിൽ ഭീഷണി മുഴക്കി സിനിമയെക്കുറിച്ച് മോശം പറയും, അല്ലെങ്കിൽ സിനിമ ഒന്നിനും കൊള്ളില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയും, പോസ്റ്റ് ഇടും, വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞ് നിർമ്മാതാക്കളെയും സിനിമാ പ്രവർത്തകരെയും ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ഒരു സംഘം യൂട്യൂബർമാർ കേരളത്തിൽ നിലകൊള്ളുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. സിനിമയെക്കുറിച്ച് മോശം നിരൂപണം പറയാതിരിക്കാൻ ഇവർ നിർമ്മാതാക്കളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇടനിലക്കാർ വഴി പണം കൈപ്പറ്റുന്നു എന്നുമാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ പരാതിയായി ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം എന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും ഇപ്പോൾ സിനിമ നിർമ്മാതാക്കൾ EDയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മലയാളത്തിലെ 4 മുൻനിര സിനിമാ റിവ്യൂ യൂട്യൂബർമാർക്കെതിരെയാണിപ്പോൾ നിർമ്മാതാക്കൾ EDയെ സമീപിക്കുന്നത്. ഇവർ നടത്തുന്ന പണമിടപാടുകളുടെ വിശദാംശങ്ങളും യൂട്യൂബിൽ നിന്നുള്ള ഇവരുടെ വരുമാനവും അന്വേഷിക്കണമെന്നുമാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ ആവശ്യം. മോശം വിലയിരുത്തൽ പറയാതിരിക്കാൻ 5 ലക്ഷം രൂപ വരെ ഇവരിൽ ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് മുമ്പാകെ ചില നിർമ്മാതാക്കൾ പരാതിപ്പെട്ടത്. സിനിമകളുടെ ഡിജിറ്റൽ പ്രൊമോഷൻ നടത്തുന്ന ചിലരാണ് ഇവരുടെ ഇടനിലക്കാർ. ഇവരാണ് തുക പറഞ്ഞുറപ്പിക്കുന്നതും യൂട്യൂബർമാർക്ക് വേണ്ടി പണം കൈപ്പറ്റുന്നതും. പണം എവിടെ വെച്ച് എങ്ങനെ കൈമാറുന്നു എന്നത് രഹസ്യമായി ഇപ്പോഴും നിൽക്കുകയാണ്. സംഘടനയിലുള്ള ചിലർ തങ്ങളുടെ സിനിമയ്ക്ക് അനുകൂല റിവ്യൂ പുറത്തുവിടാൻ പണം കൊടുത്തതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് പുറത്തു പറയാനോ പരാതിപ്പെടാനോ ഇവർ തയ്യാറല്ല. മറ്റുള്ളവരുടെ സിനിമകളെ നെഗറ്റീവ് റിവ്യൂവിലൂടെ ആക്രമിക്കാൻ യൂട്യൂബർമാർക്ക് പണം നൽകുന്നവരുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു വലിയ മാഫിയാണ്, വലിയൊരു കോക്കസാണ്. അതായത് ചില സംവിധായകരും ചില നിർമ്മാതാക്കളും മറ്റുള്ളവരുടെ സിനിമകളെ തകർക്കാൻ വേണ്ടി യൂട്യൂബർമാർക്ക് പണം കൊടുക്കുന്നു. ഈ യൂട്യൂബർമാരാകട്ടെ മോശം റിവ്യൂ പറയാതിരിക്കാൻ വേണ്ടി ചില നിർമ്മാതാക്കളിൽ നിന്നും സംവിധായകരിൽ നിന്നുമൊക്കെ പണം സ്വീകരിക്കുന്നു. ഇത് വലിയൊരു തട്ടിപ്പല്ലേ. ഇത് സിനിമ എന്ന ജനകീയ മാധ്യമത്തെ വെല്ലുവിളിക്കുന്ന, പ്രേക്ഷകർ കാണാനെത്തുന്ന ഓരോ സിനിമകളെയും വിലയിരുത്തുകയും അവർ അതിൻ്റെ ആസ്വാദന തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇത് സിനിമാ മേഖലയെ തന്നെ, സിനിമ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കാൻ ശ്രമം നടക്കുകയല്ലേ എന്നാണ് ചില നിർമ്മാതാക്കൾ പരാതിപ്പെടുന്നത്. ഇത്തരത്തിൽ നിരവധി യൂട്യൂബർമാരും അതുപോലെ സമൂഹ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെയുണ്ട്. അവരുടെ ചാനലിന് റീച്ച് കിട്ടുകയും ചെയ്യും. കൂടാതെ ഇത്തരക്കാരെ സിനിമാ നിർമ്മാതാക്കളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി സിനിമയെക്കുറിച്ച് മോശം റിവ്യൂ ഇടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്യുന്നു. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ഇത് പരാതിയായി നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു പലപ്പോഴും. പക്ഷേ അതിലൊന്നും വേണ്ട നടപടികളോ അന്വേഷണമോ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം യൂട്യൂബർമാരുടെ അല്ലെങ്കിൽ തട്ടിപ്പ് വീരന്മാരുടെയൊക്കെ തന്നെ അക്കൗണ്ടും മറ്റ് വിവരങ്ങളും പരിശോധിച്ച് ഇവർക്ക് എങ്ങനെ ഈ പണം കിട്ടി, അല്ലെങ്കിൽ ഇത് ബ്ലാക്ക് മണിയാണോ വൈറ്റ് മണിയാണോ, ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്, യൂട്യൂബിൽ നിന്നും മറ്റ് സാമ്പത്തിക വരുമാനം ഇവർക്ക് എങ്ങനെ കിട്ടുന്നു അല്ലെങ്കിൽ എത്ര കിട്ടുന്നു എന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ പരിശോധിക്കണം എന്നാണിപ്പോൾ നിർമ്മാതാക്കളിൽ ചിലർ ആവശ്യപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും സിനിമാ മേഖലയ്ക്ക് വലിയ ഭീഷണിയാണ് ഇത്തരക്കാർ ഉയർത്തുന്നത്. 2 തരത്തിൽ ഭീഷണിയായിട്ട് വരും. നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ സിനിമയെ തകർക്കാൻ വേണ്ടി പണം വാങ്ങും, പിന്നെ ഒരു സിനിമയെ മോശമാക്കാതിരിക്കാൻ വേണ്ടി, നല്ലത് പറയാൻ വേണ്ടി പണം വാങ്ങുന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഇതൊക്കെ വിലയിരുത്തുന്നത്.
ഇപ്പോൾ ജനങ്ങൾക്ക് സിനിമ കാണണം എന്ന ആഗ്രഹമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു മാനസികാവസ്ഥ കൂടിയാണ്. ഒരു യൂട്യൂബർ ഒരു സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായം പറയുമ്പോൾ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു വേള പുറകോട്ട് പോകാനുള്ള അല്ലെങ്കിൽ പുറകോട്ട് ചിന്തിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. നല്ലത് പറയുകയാണെങ്കിൽ ആ കൊള്ളാം, ഒന്ന് കണ്ടു നോക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ പൊതുവെ. അപ്പോൾ ഇത് വലിയൊരു തട്ടിപ്പിൻ്റെ ശൃംഖലയാണ്, അല്ലെങ്കിൽ ദുരൂഹമായ പണമിടപാടുകളുടെ ഒരു ശൃംഖലയാണ് എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഒത്തൊരുമിച്ച് ഇത്തരം നടപടികൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളണം, നിയമപരമായി തന്നെ അതിനെ നേരിടണം എന്നാണ് ഈ വാർത്ത ചർച്ച ചെയ്യുന്ന സാധാരണക്കാരായ പ്രേക്ഷകർ പറയുന്നത്.